പ്രിയമുള്ളവരെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നിങ്ങൾക്ക് ഏവർക്കും എൻ്റെ സ്നേഹവന്ദനം. ഞാൻ ജോൺസൺ പറമ്പേട്ട്. പരിശുദ്ധ ത്രിത്വത്തെക്കുറിച്ച് ആത്മാവിലൂടെ വെളിപ്പെടുത്തപ്പെട്ട ചില നിഗൂഢ രഹസ്യങ്ങളാണ് ഞാനിപ്പോൾ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. ദൈവത്തെക്കുറിച്ചുള്ള ഏറ്റവും നിഗൂഢമായ രഹസ്യം എന്തെന്ന് ചോദിച്ചാൽ തീർച്ചയായും അത് പരിശുദ്ധ ത്രിത്വത്തെക്കുറിച്ചുള്ളതാണ് എന്നതിൽ ആർക്കും സംശയമുണ്ടാവില്ല. എന്നാൽ ദൈവത്തെക്കുറിച്ചുള്ള അതിനിഗൂഢമായ ഈ രഹസ്യം നമുക്ക് ഗ്രഹിക്കാനാവുമോ എന്ന് ചോദിച്ചാൽ പലരും സംശയം പ്രകടിപ്പിച്ചേക്കാം. ദൈവത്തെക്കുറിച്ചുള്ള സംശയങ്ങൾ ദൂരീകരിക്കുവാനായി നാം പ്രധാനമായും ആശ്രയിക്കുന്നത് വിശുദ്ധ ഗ്രന്ഥമായ ബൈബിളിനെയാണ്. ദൈവത്തെക്കുറിച്ചുള്ള ഏറ്റവും നിഗൂഢമായ രഹസ്യങ്ങൾ മനസ്സിലാക്കുവാനുള്ള വഴി എന്താണെന്ന് വിശുദ്ധ പൗലോസ്ലീഹ കൊരിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൻ്റെ 2-ാം അധ്യായത്തിലെ 10-ാം വചനത്തിൽ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതിപ്രകാരമാണ്, ദൈവത്തെക്കുറിച്ചുള്ള നിഗൂഢ രഹസ്യങ്ങൾ പോലും നിങ്ങളുടെ ആത്മാവ് അന്വേഷിച്ച് കണ്ടെത്തുന്നു എന്നുള്ളതാണ് ആ വചനം. ദൈവത്തെക്കുറിച്ചുള്ള നിഗൂഢ രഹസ്യങ്ങൾ നമുക്ക് കണ്ടെത്തുവാൻ ആത്മാവിൻ്റെ വഴികളിലൂടെ സഞ്ചരിച്ചാൽ മാത്രമേ നമുക്ക് സാധിക്കൂ. നമുക്കിന്ന് ത്രിത്വൈക രഹസ്യം മനസ്സിലാക്കുവാൻ സാധിക്കാതെ വരുന്നതിന് പ്രധാന കാരണം നാം നമ്മുടെ ബുദ്ധിയുടെയും ചിന്തയുടെയും ഭാവനയുടെയും വഴികളിലൂടെ ദൈവിക രഹസ്യങ്ങൾ അന്വേഷിക്കുന്നത് കൊണ്ടാണ്. എന്നാൽ ആത്മാവിൻ്റെ വഴികളിലൂടെ അന്വേഷിച്ചാൽ മാത്രമേ ദൈവത്തെക്കുറിച്ചുള്ള നിഗൂഢ രഹസ്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കൂ എന്ന് പൗലോസ്ലീഹ നമുക്ക് കൃത്യമായി പറഞ്ഞു തരികയാണ്. ആത്മാവിൻ്റെ വഴികളിലൂടെ എങ്ങനെയാണ് നാം സഞ്ചരിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനമായ കാര്യം. ആത്മാവുണ്ടോ എന്ന് തന്നെ സംശയിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ഇന്ന് ജീവിക്കുന്നത്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 63-ാമത്തെ വചനത്തിൽ ഇപ്രകാരം പറയുന്നു: ആത്മാവാണ് ജീവൻ നൽകുന്നത്, ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല. ദൈവത്തിൻ്റെ ആത്മാവാണ് നമ്മുടെ ഈ ശരീരത്തിന് ജീവൻ നൽകുന്നത് എന്ന് വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ കൃത്യമായി നമുക്ക് പറഞ്ഞു തരുമ്പോൾ, നമ്മിൽ ആത്മാവുണ്ട് എന്നത് അവിതർക്കിതമായ കാര്യമാണ്. നമ്മിൽ ആത്മാവില്ല എങ്കിൽ ആ നിമിഷം നമ്മുടെ ശരീരം മൃതശരീരമായി മാറും. ഓരോ മരണവും നമുക്ക് നൽകുന്ന സന്ദേശം നമ്മിൽ നിന്നും ആത്മാവ് ഇറങ്ങിപ്പോകുന്നതാണ് മരണം എന്നുള്ളതാണ്. ആകയാൽ നമ്മിൽ ആത്മാവുണ്ട് എന്നുള്ളതിനെ സംബന്ധിച്ച് യാതൊരു വിധത്തിലുള്ള തർക്കവും ഉണ്ടാകേണ്ട കാര്യമില്ല. പിന്നെ ഈ ആത്മാവിനെ എങ്ങനെയാണ് നാം തിരിച്ചറിയുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മിൽ ആത്മാവുണ്ടെങ്കിലും നമ്മിലുള്ള ഈ ആത്മാവിനെ നമുക്കിന്ന് തിരിച്ചറിയുവാൻ സാധിക്കാത്തത് കൊണ്ടാണ് ആത്മാവുണ്ടോ എന്ന് പോലും നാം സംശയിക്കുവാൻ കാരണമായി തീരുന്നത്. ദൈവം ആത്മാവാകയാൽ തന്നെ ദൈവത്തിൻ്റെ ഒരു അംശമായ അതേ ആത്മാവാണ് നമ്മിലും വസിക്കുന്നത്. നമ്മിലുള്ള ആത്മാവിനെ നാം അറിയുമ്പോൾ നാം യഥാർത്ഥത്തിൽ ദൈവത്തെ തന്നെയാണ് അറിയുക. ഈ ലോകത്തിൽ എന്തും അറിയുവാനുള്ള ഒരേ ഒരു ഫോർമുല എന്ന് പറയുന്നത് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം 33-ാമത്തെ വചനമാണ്. ഫലത്തിൽ നിന്നാണ് വൃക്ഷത്തെ അറിയുക എന്നതാണ് ആ ഫോർമുല. എന്തിനേയും നാം അതാതിൻ്റെ ഫലത്തിൽ നിന്നാണ് തിരിച്ചറിയുന്നത്. ദൈവത്തെ അറിയുന്നതും ദൈവത്തിൻ്റെ ഫലത്തിൽ നിന്ന് മാത്രമാണ്. ദൈവത്തിൻ്റെ ഫലം എന്താണ് എന്ന് നാം അന്വേഷിക്കുമ്പോൾ വിശുദ്ധ യോഹന്നാൻ ശ്ലീഹായുടെ 1-ാം ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 8-ാം വചനത്തിൽ പ്രകാരം പറയുന്നു: ദൈവം സ്നേഹമാണെന്ന്. ദൈവം സ്നേഹമാണെങ്കിൽ തീർച്ചയായും ദൈവത്തിൻ്റെ ഫലവും സ്നേഹമാണ്. അതിനാൽ തന്നെ ദൈവത്തെ നമുക്ക് സ്നേഹത്തിൻ്റെ രൂപത്തിൽ മാത്രമേ അറിയുവാൻ സാധിക്കൂ. അതെപ്രകാരമാണ് നമുക്ക് സാധ്യമാകുക? ദൈവം സ്നേഹത്തിൽ പരിപൂർണനാകയാൽ ദൈവത്തെ പരിപൂർണമായി നാം അറിയണമെങ്കിൽ ദൈവത്തിൻ്റെ ആ ലെവലിലേക്ക് നാം ഉയരേണ്ടതായിട്ടുണ്ട്. നമ്മിൽ നിന്ന് സ്നേഹമുണ്ടാകുന്നത് എപ്രകാരമാണെന്ന് നമുക്കറിയാം. നമുക്കുള്ളത് മറ്റുള്ളവരുമായി പങ്കുവെക്കുമ്പോഴാണ്
നമ്മിൽ നിന്നും യഥാർത്ഥമായ സ്നേഹം ഉത്ഭവിക്കുന്നത്. നമുക്കുള്ളത് അതെന്തുമാകട്ടെ, സമ്പത്തായിക്കൊള്ളട്ടെ, നമ്മുടെ അറിവുകളായിക്കൊള്ളട്ടെ, നമ്മുടെ കഴിവുകളായിക്കൊള്ളട്ടെ, നമ്മുടെ സമയമായിക്കൊള്ളട്ടെ, നമ്മുടെ ശരീരത്തിലെ അവയവം ആയിക്കൊള്ളട്ടെ, നമ്മുടെ ജീവൻ തന്നെ ആയിക്കൊള്ളട്ടെ, നമുക്ക് മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാനായിട്ട് സാധിക്കും. എന്നാൽ ഇപ്രകാരം നാം പങ്കുവയ്ക്കുമ്പോൾ നമുക്കുള്ളത് എന്തായാലും അതിൻ്റെ ഒരു ഭാഗം മാത്രമാണ് നാം പങ്കുവയ്ക്കാൻ തയ്യാറാകുന്നതെങ്കിൽ നമ്മിൽ നിന്ന് ഉത്ഭവിക്കുന്ന സ്നേഹം ഭാഗികമായ സ്നേഹം മാത്രമായിരിക്കും. ഇപ്രകാരം നമ്മിൽ നിന്നും ഭാഗികമായ സ്നേഹം ഉണ്ടാകുമ്പോൾ നാം ദൈവത്തെ ഭാഗികമായി മാത്രമേ അറിയുകയുള്ളൂ. എന്നാൽ നമുക്കുള്ളത് എന്തായാലും അത് പൂർണ്ണമായും പങ്കുവയ്ക്കുന്ന ഒരു മനോഭാവത്തിലേക്ക് നാം വരുമ്പോൾ നമ്മിൽ സ്നേഹം പൂർണ്ണമാവുകയും തൽഫലമായി ദൈവത്തെ നാം പൂർണ്ണമായി അറിയുകയും ചെയ്യും. സ്നേഹത്തിൻ്റെ പരിപൂർണതയുണ്ട്. ആ പരിപൂർണത എന്ന് പറയുന്നത് നമ്മുടെ സ്വജീവനെ പോലും മറ്റുള്ളവർക്ക് വേണ്ടി ത്യജിക്കുവാൻ തയ്യാറാകുന്ന മനോഭാവമാണ്. യേശുക്രിസ്തു നമുക്ക് കാണിച്ചു തന്ന മാർഗവും അതുതന്നെയാണ്. യേശുക്രിസ്തു നമ്മുടെ എല്ലാം പാപങ്ങളുടെ പരിഹാരമായി സ്വജീവനെ സമർപ്പിക്കുകയായിരുന്നു. അതാണ് സ്നേഹത്തിൻ്റെ പരിപൂർണത. ഇപ്രകാരം നമുക്കും മറ്റുള്ളവർക്ക് വേണ്ടി നമ്മുടെ ജീവനെ വിട്ടുകൊടുക്കുന്ന മനോഭാവത്തിലേക്ക് വളരുവാൻ സാധിക്കുമ്പോഴാണ് നമ്മിലും സ്നേഹം പരിപൂർണത പ്രാപിക്കുക. ഇപ്രകാരം നാം സ്നേഹത്തിൽ പരിപൂർണരാകുമ്പോൾ നാം ദൈവത്തെ പരിപൂർണമായി അറിയുന്നു. ഇപ്രകാരം നാം ദൈവത്തെ പരിപൂർണമായി അറിയുന്ന അവസ്ഥയിലാണ് ദൈവത്തെക്കുറിച്ചുള്ള നിഗൂഢ രഹസ്യങ്ങൾ, ത്രിത്വ രഹസ്യം പോലുള്ള അതിനിഗൂഢമായ രഹസ്യങ്ങൾ ഗ്രഹിക്കുവാൻ പ്രാപ്തരാകുന്നത്. പലരും ചിന്തിച്ചേക്കാം, നമുക്ക് നമ്മുടെ ജീവനെ പോലും വിട്ടുകൊടുത്തുകൊണ്ട് സ്നേഹത്തിൻ്റെ പരിപൂർണതയിലേക്ക് വളരുവാൻ സാധിക്കുമോ എന്ന്. എൻ്റെ ഒരു ചെറിയൊരു അനുഭവം ഞാൻ ഇത് മനസ്സിലാക്കുവാൻ വേണ്ടി നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഞാനൊരു ചെറിയ ക്ഷീരകർഷകൻ കൂടിയാണ്. ഏതാനും വർഷങ്ങൾ മുമ്പ് ദിവസം ഏകദേശം 20 ലിറ്ററോളം പാല് കറക്കുന്ന ഒരു പശു എനിക്കുണ്ടായിരുന്നു. എൻ്റെ പറമ്പിലെ പുല്ലൊക്കെ തീർന്ന സമയത്ത് ഞാൻ ഈ പശുവിനെ എൻ്റെ ഒരു അയൽക്കാരൻ്റെ പറമ്പിൽ കൊണ്ടുപോയി കെട്ടുവാൻ ഒരു ദിവസം നിർബന്ധിതനായി. ഈ അയൽക്കാരൻ അവിടെ സ്ഥിരതാമസമല്ലാത്ത ആളും അയാൾ ഏതെങ്കിലുമൊക്കെ സമയത്ത് മാത്രം വന്നു പോകുന്ന ഒരാളുമായതിനാൽ അയാളെ പേടിക്കാതെ അയാളുടെ സ്ഥലത്ത് കൊണ്ട് കെട്ടാമെന്നുള്ളതും എനിക്ക് അയാളുടെ സ്ഥലത്ത് കൊണ്ടുപോയി പശുവിനെ കെട്ടാൻ പ്രേരണയായി. എന്നാൽ ഞാൻ ഈ പശുവിനെ കെട്ടാൻ തീരുമാനിച്ച ആ നിമിഷം തന്നെ എൻ്റെ ഉള്ളിൽ നിന്നും എൻ്റെ മനസാക്ഷി എന്നോട് പറഞ്ഞു, സ്ഥല ഉടമസ്ഥൻ്റെ അനുവാദമില്ലാതെ അവിടെ കൊണ്ടുപോയി പശുവിനെ കെട്ടുന്നത് ശരിയല്ല എന്നൊരു മുന്നറിയിപ്പ് എനിക്ക് നൽകിയതാണ്. എന്നാൽ ഞാൻ ആ മുന്നറിയിപ്പിനെ അവഗണിച്ചുകൊണ്ട് എൻ്റെ സ്വാർത്ഥപരമായ ചിന്തയിൽ ഞാൻ എൻ്റെ പശുവിനെ കൊണ്ടുപോയി അയാളുടെ പറമ്പിൽ കൊണ്ടുപോയി കെട്ടി. എന്തായാലും ഞാൻ ആ പശുവിനെ രാവിലെ കൊണ്ടുപോയി കെട്ടി. പശു അവിടെ നിന്ന് വൈകുന്നേരം വരെ തിന്നാലും തീരാത്ത അത്രയും പുല്ല് അവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ഏകദേശം വൈകുന്നേര സമയത്താണ് ആ പശുവിനെ പിന്നെ അഴിക്കാനായിട്ട് ഞാൻ ചെല്ലുന്നത്. എന്നാൽ ഞാൻ ഈ പശുവിനെ അഴിക്കാൻ ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച, ഈ സ്ഥലത്തിൻ്റെ ഉടമസ്ഥൻ അവിടെ ഇല്ല എന്നുള്ള ഉറച്ച ബോധ്യത്തിൽ ആ സ്ഥലത്ത് കൊണ്ടുപോയി പശുവിനെ കെട്ടിയ ഞാൻ ആ സ്ഥലത്തിൻ്റെ ഉടമസ്ഥൻ ഈ പശുവിൻ്റെ ഉടമ ആരാണ് എന്നതും അന്വേഷിച്ചുകൊണ്ട് നിൽക്കുന്ന കാഴ്ചയാണ് ഞാൻ കണ്ടത്. അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ ഉടമസ്ഥനെ കണ്ടത് എനിക്ക് ആകപ്പാടെ ഒരു ജാള്യത അനുഭവപ്പെട്ടു. കാരണം ഞാൻ പിടിക്കപ്പെട്ടു എന്നുള്ള രീതിയിൽ ഞാൻ അയാളുടെ അടുത്ത് ചെല്ലുകയും അയാളോട് ക്ഷമാപണം നടത്തിക്കൊണ്ട് ചേട്ടൻ്റെ അനുവാദം കൂടാതെ ഞാൻ പശുവിനെ കെട്ടിയത് ഞാൻ മാപ്പ് ചോദിക്കുന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എൻ്റെ അയൽക്കാരനായ ആ സഹോദരൻ എന്നോട് പറഞ്ഞു, പശുവിനെ ഇവിടെ കെട്ടിയതിനകത്ത് എനിക്ക് പ്രശ്നമൊന്നുമില്ല, അവിടെ വെറുതെ കാട് കയറി കിടക്കുമല്ലേ, പശുവിനെ കെട്ടിയത് കൊണ്ടിട്ട് എനിക്കെന്താ പ്രശ്നം. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചെന്നാൽ അദ്ദേഹം വീട്ടിലേക്ക് വന്നപ്പോൾ ഈ പറമ്പ് മുഴുവൻ ഇങ്ങനെ കാട് കയറി കിടന്നതുകൊണ്ട് ആ കാടെല്ലാം നശിപ്പിക്കുവാനുള്ളതായ കളനാശിനി വാങ്ങിച്ചുകൊണ്ടാണ് വന്നത്. അദ്ദേഹം അത് രാവിലെ തന്നെ എഴുന്നേറ്റ് ഈ കളനാശിനി ഈ പുല്ലിലെല്ലാം സ്പ്രേ ചെയ്തതിന് ശേഷം അയാൾക്ക് ടൗണിൽ പോകേണ്ട എന്തോ കാര്യമുണ്ടായിരുന്നു, അയാൾ ടൗണിലേക്ക് പോയി. ഈ സമയത്താണ് ഈ സഹോദരൻ വന്ന കാര്യം അറിയാതെ, ഈ പുല്ലിനെല്ലാം കളനാശിനി അടിച്ച വിവരം അറിയാതെ ഞാൻ ഈ കളനാശിനി അടിച്ച പുല്ല് തിന്നുവാനായി എൻ്റെ പശുവിനെ കൊണ്ടുപോയി അവിടെ കെട്ടിയിട്ടത്. അപ്പോൾ ഈ സഹോദരൻ തിരിച്ചു വന്നപ്പോഴാണ് ഒരു പശു അവിടെ നിന്ന് അയാൾ കളനാശിനി അടിച്ച പുല്ല് മുഴുവൻ തിന്നിട്ട് പശു അവിടെ വിശ്രമിക്കുന്നതായി കാണുന്നത്.
അപ്പോൾ ഇതാരുടെ പശുവാണ് എന്നൊന്നും അയാൾക്ക് അറിയാൻ പാടില്ലാതിരുന്നത് കൊണ്ടിട്ടാണ്, ഇതാരുടെ പശുവാണെങ്കിലും പശുവിനെ അഴിക്കാൻ വരുമ്പോൾ അയാളോട് ഈ വിവരം പറയാമെന്ന് കരുതി അയാൾ കാത്തു നിന്നപ്പോഴാണ് ഞാൻ പശുവിനെ അഴിക്കാൻ ചെല്ലുന്നതും എൻ്റെ പശുവാണെന്ന് അയാൾ അറിയുന്നത്. എന്തായാലും അയാൾ ഈ വിവരം പറഞ്ഞപ്പോൾ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ വലിയൊരു ഭീതി ഉടലെടുത്തു. ഇത്രയും നല്ലൊരു പശു, ദിവസം 20 ലിറ്റർ പാല് കറക്കുന്ന പശുവാണ്, പ്രസവിച്ചിട്ട് 1 മാസം ആകുന്നതേ ഉള്ളൂ. ആ പശുവിനെ നഷ്ടപ്പെടുമല്ലോ എന്നുള്ള വലിയൊരു ഭീതിയോടുകൂടി, ഭീതി ഉണ്ടായിരുന്നുവെങ്കിലും അതൊക്കെ ഞാൻ മറച്ചു വെച്ചുകൊണ്ട് അയാളോട് സാരമൊന്നുമില്ല, പശുവിന് കുഴപ്പമൊന്നും പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് ഞാൻ പശുവിനെ അഴിച്ചുകൊണ്ട് വീട്ടിലേക്ക് പോന്നു. ഞാൻ ഈ പശുവിനെ അഴിച്ച് വീട്ടിൽ കൊണ്ടുവന്നിട്ട് വീട്ടിലുള്ളവരോട് ആരോടും ഞാൻ ഇങ്ങനെ ഒരു അബദ്ധം പറ്റിയ കാര്യം പറഞ്ഞില്ല. ഞാനിത് സ്വയം ഉള്ളിലൊതുക്കിക്കൊണ്ട് ഇങ്ങനെ നടക്കുകയാണ്. എന്തായാലും കുറച്ച് സമയത്തിനുള്ളിൽ പശു ചത്തുപോകുമെന്ന് എനിക്ക് പൂർണ്ണമായി ഉറപ്പുണ്ടായിരുന്നു. കാരണം ഇത്രയും മാരകവിഷമുള്ള കളനാശിനി അടിച്ച പുല്ല് മുഴുവനും പശു തിന്നതാണല്ലോ. എന്നാൽ രാത്രിയിൽ കിടക്കുന്ന സമയം വരെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് തൊഴുത്തിൽ പോയി നോക്കും പശുവിന് എന്തെങ്കിലും കുഴപ്പം സംഭവിച്ചോ എന്ന്. പക്ഷേ പശുവിന് യാതൊരു കുഴപ്പവും സംഭവിച്ചിട്ടില്ല. പശു തീറ്റ തിന്നുന്നുണ്ട്, വെള്ളം കുടിക്കുന്നുണ്ട്, അത് ചാണകവും മൂത്രമൊക്കെ ഇടുന്നുണ്ട്, അയറുന്നുണ്ട്. പശു യാതൊരു വിധത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളും കാണിക്കുന്നില്ല. എന്തായാലും ഇനിയിപ്പം നേരം വിളക്കുന്നതിന് മുമ്പായിട്ട് എന്തായാലും പശു ചത്തു പോവും എന്ന് തന്നെ കരുതി ഞാൻ വന്ന് കിടന്നിട്ടും എനിക്ക് ഉറക്കം വരുന്നില്ല. ഞാൻ ഇടയ്ക്ക് എഴുന്നേറ്റ് തൊഴുത്തിൽ പോയി നോക്കും പശുവിന് എന്തെങ്കിലും കുഴപ്പം സംഭവിച്ചോ എന്ന്. അതിനുശേഷം ഏതോ സമയത്ത് ഞാൻ കിടന്നുറങ്ങിപ്പോയി. രാവിലെ എഴുന്നേറ്റ് പാടെ ഞാൻ ഓടി തൊഴുത്തിൽ ചെന്ന് നോക്കി പശു ചത്തിട്ടുണ്ടാവും എന്ന് തന്നെ കരുതിയാണ് ഞാൻ തൊഴുത്തിൽ ചെന്ന് നോക്കുന്നത്. എന്നാൽ ഞാൻ ചെല്ലുമ്പോൾ പശു യാതൊരു കുഴപ്പവുമില്ലാതെ കൂട്ടി നിൽക്കുന്നതാണ് കാണുന്നത്. അപ്പോൾ പശുവിന് കുഴപ്പമൊന്നുമില്ല എന്ന് തന്നെ കരുതി ഞാൻ രാവിലെ പശുവിനെ കറന്നു. പാല് അയൽപക്കത്തുള്ള എല്ലാ വീടുകളിലുമാണ് കൊടുക്കുക. അവരെല്ലാവരും വന്ന് രാവിലെ വീട്ടിൽ വന്ന് അവർ പാല് വാങ്ങിച്ചുകൊണ്ട് പോയി. ഞങ്ങൾ വീട്ടിലുള്ള ഞാനും എൻ്റെ കുടുംബാംഗങ്ങളെല്ലാവരും ഈ പാല് ഉപയോഗിച്ച് ചായയൊക്കെ ഉണ്ടാക്കി കുടിച്ചു. അങ്ങനെ ദിവസങ്ങൾ മുമ്പോട്ട് പോയി. ഏകദേശം ഒരാഴ്ചയോളം മുന്നോട്ട് പോയപ്പോഴാണ് പശുവിനും ഗ്രാവിനും ഒന്നും യാതൊരു വിധത്തിലുള്ള കുഴപ്പമില്ല. പശുവിനെ കറന്ന് എല്ലാവർക്കും പാല് കൊടുക്കുന്നു, വീട്ടിലുള്ളവരെല്ലാവരും പാല് ഉപയോഗിക്കുന്നു. അങ്ങനെ മുമ്പോട്ട് പോവുകയാണ്. അങ്ങനെ ഒരാഴ്ചയായപ്പോൾ എൻ്റെ മറ്റൊരു അയൽക്കാരനായ ഒരു ജോസി ചേട്ടൻ എൻ്റെ അടുത്ത് വന്നിട്ട് സൗഹൃദ സംഭാഷണത്തിനായി എൻ്റെ അടുത്ത് വന്നു. അപ്പോൾ ഞാൻ ആ ചേട്ടനോട് ചോദിച്ചു, ജോസി ചേട്ടാ ഇന്ന് പണിയൊക്കെ എന്തായിരുന്നു ചോദിച്ചു. അദ്ദേഹം കൃഷിക്കാരനാണ്. അന്നേരം ആ ചേട്ടൻ പറഞ്ഞു, എൻ്റെ വീടിൻ്റെ മുറ്റത്തും പരിസരത്തും എല്ലാം അപ്പടി കാട് കയറി കിടക്കുമായിരുന്നു, അതുകൊണ്ട് ഞാൻ അതെല്ലാം കളയാൻ വേണ്ടി കുറച്ച് കളനാശിനി അടിക്കുമായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എൻ്റെ പശു കളനാശിനി അടിച്ച പുല്ല് നിന്ന് സംഭവം എല്ലാം മറന്നു തുടങ്ങിയിരുന്നു. പക്ഷേ അദ്ദേഹം ഇന്ന് അദ്ദേഹത്തിൻ്റെ മുറ്റത്തൊക്കെ ഈ കളനാശിനി അടിക്കുവാണ് എന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് ഈ ഓർമ്മ തികട്ടി വരികയും അദ്ദേഹത്തിൽ നിന്നും ഈ കളനാശിനി അടിച്ച പുല്ല് തിന്നാലൊന്നും പശുവിനൊന്നും ഒരു കുഴപ്പവും സംഭവിക്കില്ല എന്നൊരു സ്ഥിരീകരണം ലഭിച്ചാൽ എനിക്കതൊരു വലിയ ആശ്വാസമായിരുന്നു എന്നതിനാൽ തന്നെ കളനാശിനിയെക്കുറിച്ച് ഞാൻ ചർച്ച ചെയ്യുവാനായിട്ട് ആ വിഷയം എടുത്തിട്ടു. എന്നാൽ ഞാൻ കളനാശിനി മനുഷ്യനോ പ്രകൃതിക്കോ മൃഗങ്ങൾക്കോ ഒന്നും യാതൊരു കുഴപ്പമുണ്ടാക്കുന്ന ഒരു കളനാശിനി അല്ല എന്നും അത് യാതൊരു വിധത്തിലും മനുഷ്യനോ പ്രകൃതിക്കോ ഒന്നും ദോഷം വരുത്തുകയില്ല എന്നുമൊക്കെ എനിക്കറിയാവുന്ന രീതിയിലൊക്കെ ഞാൻ വാദിച്ചു നോക്കിയെങ്കിലും അദ്ദേഹം അതൊന്നും വകവെച്ച് തരുവാൻ തയ്യാറില്ലായിരുന്നു. അദ്ദേഹം പറയുന്നത് ഈ കളനാശിനി വളരെ ദോഷമുള്ളതാണെന്നും ഇത് ഉപയോഗിക്കുന്നത് കൊണ്ടിട്ട് വളരെയധികം ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ പ്രകൃതിയിലും മനുഷ്യരിലും മൃഗങ്ങളിലും എല്ലാം ഉണ്ടാകുമെന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. ഞാൻ ഒരു വിധത്തിലും അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തോട് യോജിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു അനുഭവം പറയുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ ഒരു അടുത്ത ബന്ധു എനിക്ക് സംഭവിച്ചതുപോലെ തന്നെ കളനാശിനി അടിച്ച പുല്ല് അയാളുടെ ഒരു പശു തിന്നുവാനിടയായി. ഈ പശു ഈ പുല്ല് തിന്നതിന് ശേഷം ഏകദേശം ഒരാഴ്ചയോളം ആ പശുവിന് യാതൊരു കുഴപ്പവുമില്ലായിരുന്നു. എന്നാൽ ഈ പുല്ല് തിന്നതിൻ്റെ കൃത്യം 8ാമത്തെ ദിവസം ഈ പശുവിൻ്റെ കാഴ്ച നഷ്ടപ്പെടുകയും ഈ പശുവിനെ അഴിച്ചുവിട്ടാൽ ഇതെങ്ങോട്ടാണ് പോകുന്നതെന്നത് ലക്കല്ലാകാനുമില്ലാതെ പോകുന്നൊരവസ്ഥയും ഉണ്ടായി. ഇത് കേട്ടത് എൻ്റെ ഉള്ളിലേക്ക് വലിയ ഭീതി ഉണ്ടാകുവാൻ തുടങ്ങി. കാരണം എൻ്റെ പശു അന്ന് ഈ കളനാശിനി അടിച്ച പുല്ല് തിന്നിട്ട് 7 ദിവസമായി. പിറ്റേ ദിവസം എൻ്റെ പശുവിൻ്റെ കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെടും. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ പശുവിൻ്റെ കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെടുമെന്നുള്ളതല്ല എൻ്റെ പ്രശ്നം. ഈ കഴിഞ്ഞ ഒരാഴ്ചയായി പശുവിൻ്റെ പാല് കുടിച്ചുകൊണ്ടിരിക്കുന്ന ഏകദേശം 100ഓളം പേരുടെ കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെടുമെന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഭീതി ഉണ്ടാകുവാൻ കാരണമായത്.
എൻ്റെ പശുവിൻ്റെ പാല് വാങ്ങിച്ചു കൊണ്ടുപോയി കുടിക്കുന്നവരോടും എൻ്റെ വീട്ടിലുള്ളവരോടുമൊക്കെ ഇതാ നിങ്ങളുടെ കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെടുവാനൊരു സാധ്യതയുണ്ട്, എൻ്റെ പശു ഇങ്ങനെ കളനാശിനി അടിച്ച് പുല്ല് തിന്നു, അതുകൊണ്ടിട്ട് എൻ്റെ പശുവിൻ്റെ കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെടും, അതോടൊപ്പം അതിൻ്റെ പാല് കുടിച്ചവരായ നിങ്ങളുടെ എല്ലാവരുടെയും കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെടുവാനൊരു സാധ്യതയുണ്ട് എന്ന് പറയുവാൻ എനിക്ക് സാധിക്കുമായിരുന്നില്ല. ഞാൻ അങ്ങനെ ഈ വിവരം മറ്റാരോടും പറയാൻ പോലും സാധിക്കാതെ സ്വയം ഈ വിഷമം ഉള്ളിലൊതുക്കുകയായിരുന്നു. പക്ഷേ എത്ര ഉള്ളിലൊതുക്കാൻ ശ്രമിക്കും തോറും എന്നിലെ വിഷമം, എന്നിലെ അസ്വസ്ഥത വർദ്ധിച്ച് വരികയാണ്. അവസാനം ഞാൻ നമുക്ക് വേറെ ആരോടും പറയാൻ സാധിക്കില്ല, പിന്നെ പറയാനുള്ള ദൈവത്തോട് മാത്രമാണ്. ഞാൻ ദൈവത്തോട് എന്നെ കൊണ്ടാകാവുന്ന രീതിയിൽ എല്ലാം ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഒരു ആശ്വാസത്തിന് വേണ്ടി. ഞാൻ ആദ്യം പ്രകാരമാണ് പ്രാർത്ഥിക്കുന്നത്, ദൈവമേ എൻ്റെ പശുവിൻ്റെ കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടു കൊള്ളട്ടെ, ഞാനത് സഹിച്ചു കൊള്ളാം. എൻ്റെ പശുവിൻ്റെ കണ്ണിൻ്റെ കാഴ്ച ഇതാ ഞാൻ ദൈവമേ അങ്ങേക്ക് വിട്ടുതരുന്നു, എങ്കിലും എൻ്റെ ഈ പശുവിൻ്റെ പാല് കുടിച്ച് ആരുടെയും കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെടുത്തരുത് എന്നുള്ളതായിരുന്നു എൻ്റെ പ്രാർത്ഥന. പക്ഷേ ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ടൊന്നും എനിക്ക് യാതൊരു ആശ്വാസവും ലഭിക്കുന്നില്ല. എന്നിലെ അസ്വസ്ഥത വർദ്ധിച്ച് വരികയാണ്. അതിനുശേഷം ഞാൻ പ്രാർത്ഥിച്ചു, ദൈവമേ എൻ്റെ പശുവിൻ്റെ ജീവൻ വേണമെങ്കിൽ അതും നഷ്ടപ്പെട്ടു കൊള്ളട്ടെ, പശുവിൻ്റെ ജീവനെ കൂടി ഞാൻ നിനക്ക് വിട്ടുതരുന്നു എന്ന് പറഞ്ഞ് ഞാൻ പശുവിനെ പൂർണ്ണമായും ദൈവത്തിന് വിട്ടുകൊടുത്തുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചു. എന്നിട്ടും എനിക്ക് യാതൊരു ആശ്വാസവുമില്ല. പിന്നീട് ഞാൻ പ്രാർത്ഥിച്ചു, ദൈവമേ മറ്റാരുടെയും കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെടരുത്, എൻ്റെ കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടു കൊള്ളട്ടെ, ഞാൻ ജീവിതകാലം മുഴുവൻ അന്ധനായി ജീവിച്ചു കൊള്ളാം, എങ്കിൽ കൂടിയും മറ്റാരുടെയും കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെടാൻ ഇടയാക്കരുത് എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു. അപ്പോഴും എനിക്ക് യാതൊരു ആശ്വാസവും ലഭിക്കുന്നില്ല. അത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ അവസാനമായി ഇപ്രകാരം പ്രാർത്ഥിക്കുക, ദൈവമേ ഇതാ ഞാൻ എൻ്റെ ജീവനെ കൂടി ഞാൻ അങ്ങേക്ക് വിട്ടുതരുന്നു, ഇത്രയും ആളുകളുടെ കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി എൻ്റെ ജീവനെ നീ അങ്ങ് എടുത്തുകൊള്ളുക, ഇതാ ഇവർക്ക് വേണ്ടി ഞാൻ മരിക്കുവാൻ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചു. അപ്രകാരം പ്രാർത്ഥിച്ചപ്പോൾ എന്നിലുള്ള എല്ലാ അസ്വസ്ഥതകളും എന്നിൽ നിന്ന് പൂർണ്ണമായി നീങ്ങിപ്പോയി. ദൈവത്തിൻ്റെ ആ സ്നേഹത്തിൻ്റെ പരിപൂർണത എന്നിലേക്ക് ഒഴുകിയിറങ്ങുന്ന ആ ദിവ്യ അനുഭവമായിരുന്നു ആ നിമിഷങ്ങളിൽ. ജീവിതത്തിൽ ഒരിക്കലും അനുഭവിച്ചിട്ടില്ലാത്ത അത്ര വലിയ ആനന്ദം, സന്തോഷം, എന്താണെന്ന് പറയാൻ ആവാത്ത വിധം ദൈവത്തിൻ്റെ സ്നേഹം കൊണ്ട് നമ്മളെ പൊതിയുന്ന വലിയൊരു അനുഭവത്തിലൂടെയാണ് ആ നിമിഷങ്ങളിൽ കടന്നുപോയത്. ആ നിമിഷങ്ങളിൽ മരിച്ച് ദൈവത്തോടുകൂടെ ആയിരിക്കുവാൻ കൊതിച്ചുപോയ നിമിഷങ്ങളായിരുന്നു. ഇപ്രകാരം മറ്റുള്ളവർക്ക് വേണ്ടി സ്വജീവനെ പോലും വിട്ടുകൊടുക്കാനുള്ള ഒരു മനോഭാവത്തിലേക്ക് ഞാൻ വന്നപ്പോഴാണ് ദൈവത്തിൻ്റെ ആ സ്നേഹത്തിൻ്റെ പരിപൂർണത എന്താണെന്ന് ഞാൻ അറിഞ്ഞത്. അപ്പോഴാണ് ദൈവം എന്നിലേക്ക് അവിടുത്തെ ജ്ഞാനത്തെ ഒഴുക്കിയത്. അപ്പോഴാണ് ഞാൻ ദൈവത്തെക്കുറിച്ചുള്ള നിഗൂഢമായ രഹസ്യങ്ങൾ ഗ്രഹിക്കുവാൻ തക്ക വിധം ഞാൻ യോഗ്യനായത്. ഇപ്രകാരം നമുക്ക് നമ്മുടെ ജീവനെ പോലും മറ്റുള്ളവർക്ക് വിട്ടുകൊടുക്കുന്ന മനോഭാവത്തിലേക്ക് വളരുവാൻ തീർച്ചയായിട്ടും സാധിക്കും. ഇങ്ങനെ നമ്മൾ ദൈവത്തെക്കുറിച്ചുള്ള നിഗൂഢ രഹസ്യങ്ങൾ ഗ്രഹിക്കുവാൻ പ്രാപ്തരാകുമ്പോഴാണ് ദൈവം നമ്മുടെ ആത്മാവിലൂടെ നമ്മോട് സംസാരിക്കുന്നത്. നമ്മിലുള്ള ആത്മാവ് നിർജീവാവസ്ഥയിലായതിനാലാണ് നമുക്ക് നമ്മുടെ ആത്മാവിൻ്റെ സാന്നിധ്യം അനുഭവിക്കാൻ സാധിക്കാത്തത്, ദൈവത്തിൻ്റെ സന്ദേശം നമുക്ക് സ്വീകരിക്കാൻ സാധിക്കാതെ വരുന്നത്. എന്നാൽ നമ്മിൽ നിന്നും ഉത്ഭവിക്കുന്ന സ്നേഹത്തിൻ്റെ തോതനുസരിച്ച് ദൈവം നമ്മളോട് സംസാരിച്ചു കൊണ്ടിരിക്കും. ദൈവത്തിൽ നിന്നും നമുക്ക് സന്ദേശങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കും. ഇപ്രകാരം സ്വജീവനെ പോലും മറ്റുള്ളവർക്ക് വിട്ടുകൊടുക്കുന്ന മനോഭാവത്തിലേക്ക് നമ്മൾ വളരുമ്പോൾ നമ്മുടെ ആത്മാവിലൂടെ ദൈവം അവിടുത്തെ നിഗൂഢ രഹസ്യങ്ങൾ നമുക്ക് വെളിപ്പെടുത്തി തരും. ദൈവത്തിൻ്റെ ഏറ്റവും നിഗൂഢ രഹസ്യമായ പരിശുദ്ധ ത്രിത്വത്തെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ ബൈബിളിൽ ആദ്യമായി ഒരു സൂചന പരിശുദ്ധ ത്രിത്വത്തെക്കുറിച്ചുള്ളത് ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 26-ാമത്തെ വചനമാണ്. നമുക്ക് നമ്മുടെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാം എന്നതാണ് ആ വചനം. ഇവിടെ ഈ വചനത്തിൽ നമുക്ക് എന്ന് പറഞ്ഞിരിക്കുന്നതിൽ നിന്നും ദൈവത്തിലെ ത്രിത്വത്തെയാണ് സൂചിപ്പിക്കുന്നതെന്ന് വളരെ വ്യക്തമാണ്. ദൈവം ആദ്യ മനുഷ്യനായ ആദത്തെ സൃഷ്ടിച്ചപ്പോൾ
സ്ത്രീത്വത്തിൻ്റെ അതേ ഛായയിലും സാദൃശ്യത്തിലുമാണ് സൃഷ്ടിക്കപ്പെട്ടത് എന്ന് ഈ വചനത്തിലൂടെ വ്യക്തമാക്കുകയായിരുന്നു. ദൈവത്തിൻ്റെ ഛായയും സാദൃശ്യവും എന്താണ് ആദത്തിലുണ്ടായിരുന്നത് എന്ന് നമുക്ക് മനസ്സിലാകണമെങ്കിൽ ആദ്യം ഈ ഛായയും സാദൃശ്യവും എന്താണെന്നും ഛായയും സാദൃശ്യവും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നും നാം ആദ്യം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത് മനസ്സിലാക്കുവാൻ വേണ്ടി ചെറിയൊരു ഉദാഹരണം പറയാം. ഒരു തെങ്ങിലെ ഒരു കുലയിലുണ്ടായ 2 തേങ്ങയെടുത്ത് നാം മണ്ണിൽ പാകുന്നു എന്ന് കരുതുക. മണ്ണിൽ പാകിയ ഈ 2 തേങ്ങയും മുളച്ചു വന്നപ്പോൾ ഒരു തേങ്ങയിൽ നിന്നും ഒരു മുളയും മറ്റേ തേങ്ങയിൽ നിന്ന് 3 മുളകളും ഉണ്ടായി എന്ന് കരുതുക. ഒരു തേങ്ങയിൽ നിന്ന് 3 മുളയുണ്ടാകുമോ എന്ന് സ്വാഭാവികമായി സംശയിക്കുന്നവരുണ്ടാകാം. എന്നാൽ അപൂർവമായിട്ടാണെങ്കിലും ഒരു തേങ്ങയിൽ നിന്ന് ചിലപ്പോൾ 2 മുളകൾ ഉണ്ടാകാറുണ്ട്. അത്യപൂർവമായിട്ടാണെങ്കിലും ചിലപ്പോൾ 3 മുളകൾ ഉണ്ടാകാറുണ്ട്. ഇത് നല്ല കർഷകരോട് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമേ ഉള്ളൂ. ഇവിടെ ഒരു തെങ്ങിലെ ഒരു കുലയിലുണ്ടായ 2 തേങ്ങയായതുകൊണ്ട് ഈ 2 തേങ്ങയും കാഴ്ചയിൽ ഒരുപോലെ ഇരിക്കുന്നതിനാൽ തന്നെ ഈ 2 തേങ്ങയും ഛായയിൽ ഒരുപോലെയാണെന്ന് നമുക്ക് പറയുവാൻ സാധിക്കും. എന്നാൽ ഈ 2 തേങ്ങയും മുളച്ചു വന്നപ്പോൾ ഒരു തേങ്ങയിൽ നിന്ന് ഒരു മുളയും മറ്റേ തേങ്ങയിൽ നിന്ന് 3 മുളകളും ഉണ്ടായതിനാൽ മുളകളുടെ എണ്ണത്തിൻ്റെ കാര്യത്തിൽ ഈ 2 തേങ്ങയും തമ്മിൽ സാദൃശ്യമില്ലാതായി. അതായത് ഈ 2 തേങ്ങയും ഛായയിൽ ഒരുപോലെയാണെങ്കിലും സാദൃശ്യത്തിൽ ഒരുപോലെയല്ല എന്നതാണ് നാം ഇതിൽ നിന്ന് മനസ്സിലാക്കുക. ഇതാണ് ഛായയും സാദൃശ്യവും തമ്മിലുള്ള വ്യത്യാസവും. ഇവിടെ 2 തേങ്ങയിലും 3 മുളകൾ വീതം ഉണ്ടായിരുന്നുവെങ്കിൽ ആ 2 തേങ്ങയും തമ്മിൽ സാദൃശ്യം ഉണ്ടാകുമായിരുന്നു. ഇല്ലെങ്കിൽ 2 തേങ്ങയിലും ഓരോ മുളകൾ വീതമാണ് ഉണ്ടായിരുന്നതെങ്കിലും 2 തേങ്ങയും തമ്മിലും സാദൃശ്യം ഉണ്ടാകുമായിരുന്നു എന്ന് നമുക്ക് പറയാൻ സാധിക്കുമായിരുന്നു. ഇവിടെ ഈ ഒരു തേങ്ങയിലെ 3 മുളകൾക്ക് സദൃശ്യമായി ദൈവത്തിലുള്ള 3 മുളകളാണ് പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. ദൈവത്തിലെ ഈ 3 മുളകൾക്ക് സദൃശ്യമായി ആദ്യ മനുഷ്യനായ ആദത്തിലുണ്ടായിരുന്ന 3 മുളകൾ ആദവും ആദത്തിലുണ്ടായിരുന്ന ഹൗവയും ദൈവത്തിൻ്റെ ആത്മാവുമായിരുന്നു. ആദത്തിൽ നിന്നുമാണ് ഹൗവയെ സൃഷ്ടിച്ചതെന്ന് നാം കാണുമ്പോൾ ആ ഹൗവയെ സൃഷ്ടിക്കപ്പെടുന്നതിന് മുമ്പ് ഹൗവ ആദത്തിലുണ്ടായിരുന്നു എന്ന് നാം മനസ്സിലാക്കുന്നു. അപ്പോൾ ആദിയിൽ ദൈവം സൃഷ്ടിച്ച ആദ്യ മനുഷ്യനായ ആദത്തിൽ ആദവും ഹൗവയും ദൈവത്തിൻ്റെ ആത്മാവുമാകുന്ന 3 മുളകൾ ഉണ്ടായിരുന്നു. ദൈവത്തിലെ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സദൃശ്യമായ 3 മുളകൾ ആദ്യ മനുഷ്യനിൽ ഉണ്ടായിരുന്നുവെന്ന് നാം ഇവിടെ മനസ്സിലാക്കുകയാണ്. ഇതാണ് ദൈവവും മനുഷ്യനും തമ്മിലുള്ള സാദൃശ്യം. ഇനി ദൈവത്തിൻ്റെ ഛായ എന്താണെന്ന് നാം മനസ്സിലാക്കുന്നിടത്ത് ദൈവം തൻ്റെ ഛായയിൽ മനുഷ്യനെ സൃഷ്ടിച്ചു, സ്ത്രീയും പുരുഷനുമായി അവരെ സൃഷ്ടിച്ചു എന്ന് ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 1-ാം അധ്യായം 28-ാമത്തെ വചനത്തിൽ പറയുന്നു. ദൈവത്തിൻ്റെ ഛായ എന്നത് സ്ത്രീയുടെയും പുരുഷൻ്റെയും ഛായയാണ് എന്ന് ഈ വചനത്തിൽ നിന്ന് വളരെ വ്യക്തമാണ്. സാധാരണയായി പൊതുവായ ഒരു ധാരണ ദൈവം പുരുഷനാണ് എന്നൊരു ധാരണയാണ്. എന്നാൽ ദൈവത്തിൻ്റെ ഛായയിൽ മനുഷ്യനെ സൃഷ്ടിച്ചു, സ്ത്രീയും പുരുഷനുമായി അവരെ സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ ഛായയിൽ സ്ത്രീയുമുണ്ട് പുരുഷനുമുണ്ട് എന്ന് വളരെ വ്യക്തമാണ്. ത്രിത്വത്തിൽ പിതാവും പുത്രനും ഉണ്ടായിരിക്കെ അവിടെ ഒരു മാതാവ് അനിവാര്യമല്ലേ എന്ന് ആരെങ്കിലും സംശയിച്ചാൽ നമുക്ക് അവരെ കുറ്റപ്പെടുത്താനാവുമോ? തിരുക്കുടുംബത്തിൽ യോസേപ്പിതാവും മാതാവും ഈശോയും ത്രിത്വത്തിൻ്റെ അതേ രൂപത്തിലാണ്, അതേ സാദൃശ്യത്തിലാണ് ഉണ്ടായിരുന്നത് നമുക്കറിയാം. അങ്ങനെയെങ്കിൽ ത്രിത്വത്തിലും പിതാവും പുത്രനും ഉണ്ടായിരിക്കെ ഒരു മാതാവും അനിവാര്യമല്ലേ എന്നത് നാം ചിന്തിക്കേണ്ടതാണ്. മാത്രവുമല്ല, എല്ലാ മനുഷ്യരുടെയും അസ്തിത്വം ദൈവത്തിലാകയാൽ ദൈവം ഒരു പുരുഷൻ മാത്രമാണെങ്കിൽ
പുരുഷന്മാരുടെ അസ്തിത്വം മാത്രമല്ലേ ദൈവത്തിനുണ്ടാവൂ? അങ്ങനെയെങ്കിൽ സ്ത്രീകളുടെ അസ്തിത്വം ദൈവത്തിലാണെന്ന് നമുക്ക് പറയുവാൻ സാധിക്കുമോ? ദൈവം പുരുഷൻ മാത്രമാണെങ്കിൽ സ്ത്രീകളുടെ അസ്തിത്വം ദൈവത്തിലാണെന്ന് പറയുവാൻ നമുക്കൊരിക്കലും സാധിക്കില്ല. അങ്ങനെ വരുമ്പോൾ സ്ത്രീകൾക്ക് ഒന്നുകിൽ അസ്തിത്വമില്ലെന്ന് നമുക്ക് പറയേണ്ടതായി വരും, അതല്ല എങ്കിൽ സ്ത്രീകളുടെ അസ്തിത്വം മറ്റെവിടെയോ ആണെന്ന് നമുക്ക് സമർത്ഥിക്കേണ്ടതായി വരും. എന്നാൽ ദൈവത്തിൽ സ്ത്രീയും പുരുഷനുമുണ്ട്, ദൈവം സ്ത്രീയും പുരുഷനുമാണ് എന്ന് നാം മനസ്സിലാക്കുമ്പോൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്കെല്ലാം അവിടെ ഉത്തരമാകും. ഇല്ല എങ്കിൽ പല ചോദ്യങ്ങൾക്കും നമുക്ക് ഉത്തരം നൽകാനാവാത്ത സ്ഥിതി ഉണ്ടാവുകയും ചെയ്യും. ദൈവത്തിൻ്റെ ഛായയും സാദൃശ്യവും എന്താണെന്ന് നാം ഇപ്രകാരം മനസ്സിലാക്കുമ്പോൾ ദൈവത്തിലെ മൂന്നാളുകളായ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സദൃശ്യമായി ആദ്യമനുഷ്യനായ ആദത്തിലുണ്ടായിരുന്ന ആദവും ഹവ്വായും ദൈവത്തിൻ്റെ ആത്മാവും ഉണ്ടായിരുന്നു എന്നുള്ളത് നാം മനസ്സിലാക്കുകയാണ്. ഇനിയും നാം കൂടുതലായി ത്രിത്വത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ ദൈവം അനാദിയിൽ എപ്രകാരമായിരുന്നു എന്നുള്ളതാണ് നാം ചിന്തിക്കുക. ദൈവം ആദിമനുഷ്യനായ ആദത്തെ സൃഷ്ടിച്ചതിന് ശേഷം ഇപ്രകാരം പറയുന്നു, മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല എന്ന്. മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല എന്ന് ദൈവം പറയുന്നുവെങ്കിൽ അതിനർത്ഥം അനാദിയിൽ ദൈവവും ഏകനായിരുന്നു എന്ന് തന്നെ വേണം നമുക്ക് ചിന്തിക്കുവാൻ. ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല എന്ന് പറയുകയും ദൈവം ഏകനായിരിക്കുന്നത് നന്നാണ് എന്ന് പറയുകയും ചെയ്യുന്നതിൽ വൈരുദ്ധ്യമുണ്ടല്ലോ. അനാദിയിൽ പിതാവായ ദൈവം മാത്രമാണ് ഉണ്ടായിരുന്നത്. അന്ന് പുത്രനും പരിശുദ്ധാത്മാവും പിതാവിൽ തന്നെ ഏകസത്തയായി വർത്തിക്കുകയായിരുന്നു. ഈ പ്രപഞ്ചത്തെയും പ്രപഞ്ചത്തിലുള്ളതിനെയും എല്ലാം സൃഷ്ടിക്കുന്നതിന് മുമ്പ് ഈ സൃഷ്ടിക്കപ്പെട്ടതെല്ലാം അനാദിയിൽ ദൈവത്തിൻ്റെ ജ്ഞാനത്തിലാണ് സൂക്ഷിക്കപ്പെട്ടിരുന്നത്. ഇപ്രകാരം തന്നെ ത്രിത്വത്തിലെ പുത്രനും പരിശുദ്ധാത്മാവും ദൈവത്തിൻ്റെ ജ്ഞാനത്തിൽ തന്നെയാണ് അനാദിയിൽ ഉണ്ടായിരുന്നത്. ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 1-ാമത്തെ വചനത്തിൽ ദൈവം ആകാശവും ഭൂമിയെ സൃഷ്ടിച്ചു എന്നുള്ളത് ആണ് ഏറ്റവും ആദ്യം സൃഷ്ടിക്കപ്പെട്ട സൃഷ്ടവസ്തുക്കളെന്ന് നാം കരുതുന്നുണ്ടെങ്കിലും പ്രഭാഷകന്റെ പുസ്തകത്തിലും സുഭാഷിതങ്ങളിലും ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിലും ഒക്കെയായി പല സ്ഥലങ്ങളിൽ എല്ലാ സൃഷ്ടികൾക്കും മുമ്പ് ആദ്യം സൃഷ്ടിക്കപ്പെട്ടത് ജ്ഞാനമാണെന്ന് വ്യക്തമായി പറയുന്നുണ്ട്. ദൈവത്തിൻ്റെ അതേ മഹത്വത്തോടു കൂടിയ ദൈവത്തിൽ നിന്നുള്ള ആദ്യ വ്യക്തിയെ ദൈവം സൃഷ്ടിച്ചത് തന്നിലെ ജ്ഞാനത്തെ തന്നിൽ നിന്നും വേർപെടുത്തി മറ്റൊരു സൃഷ്ടിയാക്കി മാറ്റിക്കൊണ്ടായിരുന്നു. ആരായിരുന്നു ഈ ജ്ഞാനമെന്ന് നാം ബൈബിളിൽ അന്വേഷിക്കുമ്പോൾ ഈ ജ്ഞാനത്തെ ബൈബിളിൽ ഉടനീളം വിശേഷിപ്പിച്ചിരിക്കുന്നത് അവൾ 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 എന്ന് മാത്രമാണ്. ഇതിൽ നിന്നും പിതാവായ ദൈവത്തിൽ നിന്നും വേർതിരിക്കപ്പെട്ട ജ്ഞാനം ഒരു സ്ത്രീ ആയിരുന്നു എന്ന് വളരെ വ്യക്തമാണ്. ഇതിൽ നിന്നും നാം മനസ്സിലാക്കേണ്ടത് ദൈവം തന്നിലെ ജ്ഞാനമാകുന്ന സ്ത്രൈണതയെ തന്നിൽ നിന്നും മുറിച്ചു മാറ്റി പരിശുദ്ധാത്മാവെന്ന വ്യക്തിക്ക് രൂപം കൊടുത്തു എന്നാണ് നാം മനസ്സിലാക്കുക. ഇതിന് സദൃശ്യമായി തന്നെയാണ് ആദ്യ മനുഷ്യനായ ആദത്തിലുണ്ടായിരുന്ന സ്ത്രൈണതയെ വാരിയലിൻ്റെ രൂപത്തിൽ മുറിച്ചു മാറ്റി ഹവ്വായ്ക്ക് രൂപം കൊടുത്തത്. ദൈവത്തിൻ്റെ ജ്ഞാനത്തിലാണ് പുത്രനും ഉണ്ടായിരുന്നത് എന്നതിനാൽ തന്നെ ദൈവത്തിൽ നിന്നും വേർതിരിക്കപ്പെട്ട ജ്ഞാനമാകുന്ന പരിശുദ്ധാത്മാവിൽ നിന്ന് മാത്രമേ പുത്രനും ജന്മമെടുക്കുവാൻ സാധിക്കുമായിരുന്നുള്ളൂ. പുത്രൻ്റെ ജനനത്തെപ്പറ്റി
വെളിപാട് പുസ്തകം 12-ാം അധ്യായത്തിൽ കൃത്യമായി പ്രതിപാദിച്ചിട്ടുണ്ട്. ഈ സൂര്യനെ ഉടയാടിയാക്കിയ സ്ത്രീ ജ്ഞാനം തന്നെയാണോ എന്ന് നാം അന്വേഷിച്ചാൽ മതി. പരിശുദ്ധാത്മാവ് തീനാവുകളുടെ രൂപത്തിലാണ് നമ്മിലേക്ക് ഇറങ്ങി വരുന്നതെന്ന് കാണുമ്പോൾ ഈ സൂര്യനെ ഉടയാടിയാക്കിയ സ്ത്രീ സ്വയം ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന സൂര്യനെ ഒരു ഉടയാടയായി അണിഞ്ഞിരിക്കുന്നു എന്ന് നാം കാണുന്നതിൽ നിന്നും ഈ സൂര്യനെ ഉടയാടയാക്കിയ സ്ത്രീ തന്നെയാണ് പരിശുദ്ധാത്മാവ് അഥവാ ദൈവത്തിൽ നിന്നും വേർതിരിക്കപ്പെട്ട ജ്ഞാനമെന്ന് വ്യക്തമാണ്. ദൈവം തന്നിലെ ജ്ഞാനമാവുന്ന സ്ത്രൈണതയെ തന്നിൽ നിന്നും മുറിച്ചു മാറ്റി പരിശുദ്ധാത്മാവെന്ന ദൈവത്തിലെ രണ്ടാമത്തെ വ്യക്തിക്ക് രൂപം കൊടുത്തപ്പോൾ അതേ വ്യക്തി തന്നെയാണ് സൂര്യനെ ഉടയാടിയാക്കിയ സ്ത്രീ എന്ന് നാം മനസ്സിലാക്കുകയും ആ സൂര്യനെ ഉടയാടിയാക്കിയ സ്ത്രീയിൽ നിന്നുമാണ് സ്വർഗത്തിൽ ദൈവപുത്രന്റെ ജനനം ഉണ്ടായതെന്ന് നാം മനസ്സിലാക്കുന്നു. ഇപ്രകാരം ഏകനായിരുന്ന പിതാവായ ദൈവം തന്നിൽ നിന്നും വേർതിരിക്കപ്പെട്ട പരിശുദ്ധാത്മാവിനോടും പുത്രനോടും ചേർന്ന് ത്രിത്വമായി മാറുകയാണ് ഉണ്ടായത്. ഇനിയും നാം ഇവിടെ പ്രധാനമായി ചിന്തിക്കേണ്ടത് അനാദിയിൽ ഏകനായിരുന്ന ദൈവം എന്തുകൊണ്ട് ത്രിത്വമായി മാറി എന്നുള്ളതാണ്. എന്തെങ്കിലും ഒരു കാരണമില്ലാതെ എന്തിനാണ് പിതാവായ ദൈവം ത്രിത്വമായി മാറേണ്ടി വരിക? എന്തെങ്കിലും ഒരു കൃത്യമായ കാരണം ഉണ്ടാകണമല്ലോ. നമുക്കറിയാം, ദൈവം വസിക്കുന്നത് എവിടെയായാലും അത് അവിടം സ്വർഗമാണ്. അനാദിയിൽ പിതാവായ ദൈവം ഏകനായിരുന്നു എങ്കിൽ കൂടിയും അവിടെ ദൈവം വസിക്കുന്ന സ്ഥലമാകയാൽ അവിടം സ്വർഗമായിരുന്നു. സ്വർഗമുണ്ടെങ്കിൽ തീർച്ചയായും ആ സ്വർഗത്തിൽ പിതാവായ ദൈവത്തോടൊപ്പം സ്വർഗീയ ഗണങ്ങളും ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഈ സ്വർഗീയ ഗണങ്ങളായ മാലാഖമാരെയും ദൂതന്മാരെയും ഒക്കെ ദൈവമല്ലേ സൃഷ്ടിച്ചതെന്ന് ന്യായമായൊരു സംശയം നമുക്കുണ്ടാകും. എന്നാൽ ഹെബ്രായർ ലേഖനത്തിൽ കൃത്യമായി പറയുന്നു, ഇന്ന് ഏത് ദൂതനോടാണ് ഞാൻ നിനക്ക് ജന്മമേകിയതെന്നും നീ എനിക്ക് പുത്രനും ഞാൻ നിനക്ക് പിതാവുമായിരിക്കുമെന്നും അരുളി ചെയ്തിട്ടുള്ളത് എന്ന് പറയുന്നുണ്ട്. അതായത് ദൂതന്മാരെയും മാലാഖമാരെയും ഒന്നും ദൈവം സൃഷ്ടിച്ചതല്ലെന്നും ദൈവത്തിൻ്റെ മക്കളല്ല എന്നും വളരെ വ്യക്തമാക്കുന്ന വചനമാണ് ഹെബ്രായർ ലേഖനത്തിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ പിന്നെ മാലാഖമാരുടെയും ദൂതന്മാരുടെയും ഒക്കെ അസ്തിത്വം എന്തെന്ന് ചോദിച്ചാൽ അനാദിയിൽ ദൈവത്തോടൊപ്പം തന്നെ ഉണ്ടായിരുന്നവരാണ് ഈ മാലാഖമാരും ദൂതന്മാരും എന്ന് നാം മനസ്സിലാക്കുന്നു. എന്നാൽ അവർ ദൈവത്തിൻ്റെ മഹത്വത്തേക്കാൾ സ്വല്പം താഴ്ന്ന മഹിമയുള്ളവരായിരുന്നു എന്നും ഹെബ്രായർ ലേഖനം ആദ്യ ഭാഗത്ത് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതിനാൽ തന്നെ ദൈവത്തേക്കാൾ മഹത്വം കുറഞ്ഞവരായ ഈ ദൂതന്മാരിൽ ഒരു വിഭാഗത്തിന് ദൈവത്തോട് അസൂയയുണ്ടാകുകയും അങ്ങനെ അവർ ദൈവത്തിനെതിരായി പിറുപിറുക്കുകയും ചെയ്യുന്ന സാഹചര്യം സ്വർഗത്തിലുണ്ടാകുന്നു. അതുകൊണ്ടാണ് എഫേസോസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ പൗലോസ് ശ്ലീഹ ഇപ്രകാരം പറയുന്നത്, സ്വർഗീയ ഇടങ്ങളിൽ വർത്തിക്കുന്ന ദുരാത്മാക്കളുണ്ട് എന്ന് പൗലോസ് ശ്ലീഹ നമ്മളോട് പറഞ്ഞു തരുന്നത്. സ്വർഗീയ ഇടങ്ങളിൽ വർത്തിക്കുന്ന ദുരാത്മാക്കൾ അനാദിയിൽ ദൈവത്തിൽ നിന്നും പുത്രനും പരിശുദ്ധാത്മാവും ഉത്ഭവിക്കുന്നതിന് മുമ്പേ ഉണ്ട് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവ് സ്വർഗത്തിൽ ദൈവപുത്രൻ ജനിക്കുമ്പോൾ ആ ദൈവപുത്രനെ വിഴുങ്ങുവാനായി അഗ്നിമയനായ ഒരു ഉഗ്ര സർപ്പവും കാത്തു നിന്നിരുന്നു എന്നുള്ളത് തന്നെയാണ്. മാത്രവുമല്ല, സ്വർഗത്തിൽ ദൈവപുത്രന്റെ ജനനത്തെ തുടർന്ന് നടക്കുന്ന യുദ്ധത്തിൽ ഈ അഗ്നിമയനായ സർപ്പത്തോട് ചേർന്ന് യുദ്ധം ചെയ്യുവാൻ ഒരു വിഭാഗം ദൂതന്മാരുണ്ടായിരുന്നു എന്നുള്ളതും സ്വർഗീയ ഇടങ്ങളിൽ വർത്തിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കളെ കുറിച്ച് നൽകുന്ന സൂചനയാണ്. ഇപ്രകാരം സ്വർഗത്തിൽ തിന്മയുടെ ദുരാത്മാക്കൾ രൂപപ്പെട്ടപ്പോൾ സ്വർഗത്തിൽ ഒരു ശുദ്ധീകരണ പ്രക്രിയ നടത്തേണ്ട സാഹചര്യം അനിവാര്യമായി വന്നു. ഇപ്രകാരം സ്വർഗത്തിൽ ഒരു ശുദ്ധീകരണ പ്രക്രിയ നടത്തുവാനായി പിതാവായ ദൈവത്തിന് സ്വയം ശുദ്ധീകരണം നടത്തേണ്ട ഒരു സാഹചര്യമുണ്ടായി. ദൈവത്തിന് എന്ത് ശുദ്ധീകരണമാണ് നടത്തേണ്ടതെന്ന് ന്യായമായും നാം സംശയിച്ചേക്കാം. എന്നാൽ ദൈവം സ്നേഹത്തിൽ പരിപൂർണനാകയാൽ
തന്നിലുള്ള സ്നേഹം മറ്റുള്ളവരിലേക്ക് ഒഴുക്കുവാൻ അവിടത്തേക്ക് ദൈവത്തിൻ്റെ ആവശ്യമായിരുന്നു. എന്നാൽ സ്വർഗത്തിലുള്ള മാലാഖമാരും ദൂതന്മാരുമൊക്കെ മഹത്വത്തിൽ ദൈവത്തേക്കാൾ താഴെ ആയതിനാൽ തന്നെ ദൈവത്തിൽ നിന്നും അവരിലേക്ക് ഒഴുക്കപ്പെടുന്ന സ്നേഹം അതിൻ്റെ പൂർണ്ണതയിൽ സ്വീകരിക്കുവാൻ അവർക്ക് സാധിക്കുമായിരുന്നില്ല. അതിനാൽ ദൈവത്തിൻ്റെ അതേ മഹത്വത്തിലുള്ള ആളുകളിലേക്ക് മാത്രമേ ദൈവത്തിന് തൻ്റെ സ്നേഹത്തിൻ്റെ പൂർണ്ണത ദൈവത്തിന് തൻ്റെ സ്നേഹത്തിൻ്റെ പൂർണ്ണതയിലുള്ള സ്നേഹം കൊടുക്കുവാൻ സാധിക്കുമായിരുന്നുള്ളൂ. എന്നാൽ അന്ന് അങ്ങനെ പിതാവായ ദൈവത്തോടൊപ്പം മറ്റാരുമില്ലായിരുന്നു. പിതാവായ ദൈവം ഏകനായിരുന്നു. അപ്പം ദൈവം തന്നെ ശുദ്ധീകരിക്കുവാനായി കണ്ടെത്തിയ മാർഗമാണ് തന്നിലുണ്ടായിരുന്ന പുത്രനെയും പരിശുദ്ധാത്മാവിനെയും തന്നിൽ നിന്നും വേർപെടുത്തി മറ്റു രണ്ട് വ്യക്തികളായി രൂപപ്പെടുത്തുക എന്നുള്ളത്. പുത്രനെയും പരിശുദ്ധാത്മാവിനെയും തന്നിൽ നിന്നും വേർപെടുത്തുന്നതിന് മുമ്പ് പിതാവായ ദൈവത്തിന് തന്നിലുള്ള സ്നേഹം തന്നിലേക്ക് തന്നെ ഒഴുക്കുക എന്നൊരൊറ്റ മാർഗമേ ഉണ്ടായിരുന്നുള്ളൂ. അതിനെ നാം സ്വയം സ്നേഹം എന്നാണ് വിളിക്കുക. തന്നെ സ്നേഹിക്കുന്ന സ്വയം സ്നേഹം നാർസിസം എന്നൊരു വൈകല്യമാണെന്ന് നമുക്കറിയാം. അതിനാൽ തന്നെ ദൈവത്തിന് തന്നെ ശുദ്ധീകരിക്കേണ്ടത് ആവശ്യമായിരുന്നു. തന്നെ സ്നേഹിക്കുന്ന ഈ സ്വയം സ്നേഹം എന്ന ഒരു കുറവ് അനാദിയിൽ പിതാവായ ദൈവത്തിനുണ്ടായിരുന്നത് പരിഹരിക്കുവാനായി പിതാവായ ദൈവം തന്നിലുണ്ടായിരുന്ന പുത്രനെയും പരിശുദ്ധാത്മാവിനെയും തന്നിൽ നിന്നും വേർതിരിച്ച് വ്യത്യസ്ത വ്യക്തികളാക്കി മാറ്റിയപ്പോഴാണ് സ്വർഗത്തിൽ ദൈവം ത്രിത്വമായി മാറിയത്. പ്രിയമുള്ളവരെ, പരിശുദ്ധ ത്രിത്വത്തിൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒന്നായിരിക്കുന്നതിന് സദൃശ്യമായിട്ടാണ് നാം ഓരോരുത്തരിലും നമ്മിലെ ആത്മാവും മനസ്സും ശരീരവും ഒന്നായിരിക്കുന്നത്. പരിശുദ്ധ ത്രിത്വത്തിൽ പിതാവിൽ നിന്നും ഉത്ഭവിക്കുന്നത് പുത്രൻ്റെ നിർദ്ദേശാനുസരണം പരിശുദ്ധാത്മാവ് പ്രാവർത്തികമാക്കുന്നതിന് സദൃശ്യമായിട്ടാണ് നമ്മിലെ ആത്മാവിൽ നിന്നും ഉത്ഭവിക്കുന്നത് മനസ്സിൻ്റെ നിർദ്ദേശാനുസരണം നമ്മുടെ ശരീരം പ്രവൃത്തിപഥത്തിലെത്തിക്കുന്നത്. പരിശുദ്ധ ത്രിത്വത്തിൽ പിതാവുമായുള്ള ഗാഢബന്ധം നിലനിർത്തിക്കൊണ്ട് തന്നെ പുത്രനായ ദൈവം അപ്പത്തിൻ്റെ രൂപത്തിൽ ദിവ്യകാരുണ്യമായും പരിശുദ്ധാത്മാവായ ദൈവം പ്രാവിൻ്റെയും തീനാവുകളുടെയും രൂപത്തിൽ ജ്ഞാനത്തിൻ്റെ രൂപത്തിലും നമ്മിലേക്ക് കടന്നു വരുന്നതിന് സദൃശ്യമായി തന്നെയാണ് നമ്മുടെ ശരീരവുമായുള്ള ഗാഢബന്ധം നിലനിർത്തിക്കൊണ്ട് തന്നെ നമ്മുടെ മനസ്സ് ശരീരത്തിന് വെളിയിൽ ലോകത്തിൻ്റെ ഏതൊരു കോണിലേക്കും, എന്തിനധികം ഭൂതകാലത്തേക്കും ഭാവി കാലത്തേക്ക് പോലും സഞ്ചരിക്കുന്നത്. ഇപ്രകാരം നമ്മുടെ ശരീരത്തിന് വെളിയിലേക്ക് ഇറങ്ങി സഞ്ചരിക്കുന്ന നമ്മുടെ മനസ്സ് ഞൊടിയിടയിൽ തന്നെ നമ്മുടെ ശരീരത്തിലേക്ക് മടങ്ങി വരികയും ചെയ്യും. ഇപ്രകാരം തന്നെ നമ്മുടെ ആത്മാവും നമ്മുടെ ശരീരത്തിന് വെളിയിൽ ഇറങ്ങി സഞ്ചരിക്കാറുണ്ട്. നമ്മുടെ ആത്മാവിൻ്റെ സഞ്ചാരം നമ്മുടെ ശരീരത്തിന് വെളിയിൽ ലോകത്തിൻ്റെ കോണുകളിലേക്ക് മാത്രമല്ല, അതിനും പുറത്ത് ദൈവത്തിലേക്കും ദൈവത്തിൻ്റെ രാജ്യത്തിലേക്കും സഞ്ചരിക്കുവാനും അവിടെ നിന്നും ഞൊടിയിടയിൽ തന്നെ നമ്മുടെ ശരീരത്തിലേക്ക് മടങ്ങി വരുവാനും ആത്മാവിനും പ്രത്യേകമായ സിദ്ധിയുണ്ട്. ഇനിയും ത്രിത്വത്തിൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി നമുക്ക് 3 തരം ബന്ധമാണുള്ളത്. പിതാവുമായി നമുക്കുള്ള ബന്ധം പിതാവും മക്കളുമായുള്ള ബന്ധമാണെങ്കിൽ, പുത്രനുമായി നമുക്കുള്ള ബന്ധം രാജാവും പടയാളിയും തമ്മിലുള്ള ബന്ധമാണ്. പരിശുദ്ധാത്മാവുമായി നമുക്കുള്ള ബന്ധം സൃഷ്ടാവും സൃഷ്ടിയും തമ്മിലുള്ള ബന്ധമാണ്. എല്ലാറ്റിൻ്റെയും ഉത്ഭവം പിതാവിൽ നിന്നാകയാലും നമ്മുടെ ഉത്ഭവവും പിതാവിൽ നിന്ന് തന്നെയാണ്. അതിനാലാണ് പിതാവും നമ്മളുമായുള്ള ബന്ധം പിതാവും മക്കളും തമ്മിലുള്ള ബന്ധമായത്.
സകല ജനപദങ്ങളെയും ഇരുമ്പ് തണ്ടുകൊണ്ട് ഭരിക്കുവാനുള്ളവനായ, എല്ലാ അധികാരവും നൽകപ്പെട്ടിരിക്കുന്നവനായ ദൈവപുത്രന് രാജാവിൻ്റെ അധികാരമാണ് നൽകപ്പെട്ടിരിക്കുന്നത്. അഥവാ രാജാവ് തന്നെയാണ് പുത്രനായ ദൈവം. അതിനാൽ തന്നെ രാജാവായ പുത്രനുമായി നമുക്കുള്ള ബന്ധം രാജാവും രാജ്യത്തെ പ്രജകളും തമ്മിലുള്ള ബന്ധമാണ്. നമ്മുടെ ഈ ഭൂമിയിലെ പൗരത്വം താൽക്കാലികമാണെന്നും നമ്മുടെ ശാശ്വതമായ പൗരത്വം ദൈവരാജ്യത്തിലാണെന്നും നാം അറിയുമ്പോൾ, ആ ദൈവരാജ്യത്തിലെ രാജാവായ പുത്രനുമായി നമുക്കുള്ള ബന്ധം രാജാവും പ്രജകളും തമ്മിലുള്ള ബന്ധം തന്നെയാണ്. എന്നാൽ ഏതൊരു രാജ്യത്തും പ്രധാനമായും 3 തരം പൗരന്മാരാണ് ഉണ്ടാവുക എന്നതിനാൽ തന്നെ അതിൽ ഏത് വിഭാഗത്തിലാണ് നാം ഉൾപ്പെടുക എന്നുള്ളത് നാം പ്രത്യേകമായി അറിയേണ്ടതായുണ്ട്. 3 തരം പൗരന്മാരിൽ ആദ്യത്തെ വിഭാഗം രാജാവിനെ രാജഭരണത്തിൽ സഹായിക്കുന്ന ഒരു ഉദ്യോഗസ്ഥ വൃന്ദമാണ്. ദൈവരാജ്യത്തിൽ രാജാവായ യേശുക്രിസ്തുവിനെ ഭരണകാര്യങ്ങളിൽ സഹായിക്കുന്ന സ്വർഗീയ വൃന്ദം മാലാഖമാരും ദൂതന്മാരും അടങ്ങുന്നവരാണ്. അതിനാൽ തന്നെ ഈ 1ാമത്തെ ഗണത്തിൽ മനുഷ്യരായി നാം ഒരിക്കലും ഉൾപ്പെടുകയില്ല. 2ാമത്തെ വിഭാഗത്തിൽപ്പെടുക ആ രാജ്യത്തെ സാധാരണ പൗരന്മാരാണ്. മനുഷ്യന്റെ മരണശേഷം സ്വർഗത്തിൽ തിരിച്ചെത്തുന്നവരാണ് ദൈവരാജ്യത്തിലെ സാധാരണ പൗരന്മാർ. അതിനാൽ തന്നെ മരണം വരെയും ദൈവരാജ്യത്തിലെ സാധാരണ പൗരന്മാരുടെ ഗണത്തിൽ നമ്മൾ ഉൾപ്പെടുന്നില്ല. ഇനിയും 3ാമത്തെ വിഭാഗം എന്നുള്ളത് ആ രാജ്യത്തിന്റെ ശത്രുവിനോട് യുദ്ധം ചെയ്യുന്ന പടയാളികളാണ്. വിശുദ്ധ പൗലോസ്ലീഹ തിമോത്തിയോസിന് എഴുതിയ 2ാം ലേഖനത്തിന്റെ 2ാം അധ്യായത്തിൽ നാം യേശുക്രിസ്തുവിന്റെ പടയാളികളാണെന്ന് വ്യക്തമായി പറയുന്നുണ്ട്. അതോടൊപ്പം പൗലോസ്ലീഹ എഫെസോസുകാർക്ക് എഴുതിയ ലേഖനം 6ാം അധ്യായത്തിൽ ആത്മീയ സമരത്തെക്കുറിച്ച് വിവരിക്കുന്ന ഭാഗത്ത് സാത്താനെതിരെ നാം ഉപയോഗിക്കേണ്ട ദൈവത്തിൻ്റെ ആയുധങ്ങൾ എന്തൊക്കെയാണെന്ന് കൃത്യമായി വിവരിക്കുന്നുണ്ട്. അത് സത്യമാകുന്ന അരപ്പട്ട, നീതിയാകുന്ന കവചം, സമാധാനമാകുന്ന പാദരക്ഷ, വചനമാകുന്ന വാൾ തുടങ്ങിയ ദൈവത്തിൻ്റെ ആയുധങ്ങൾ ഉപയോഗിച്ചാണ് നാം സാത്താനെതിരെ യുദ്ധം ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ തീർച്ചയായും നാം ദൈവത്തിൻ്റെ പടയാളികളാണ് എന്ന് വ്യക്തമാണ്. ഇപ്രകാരം പുത്രനുമായി നമുക്കുള്ള ബന്ധം രാജാവും പടയാളിയും തമ്മിലുള്ള ബന്ധമാണെന്ന് ഇതിൽ നിന്നെല്ലാം വ്യക്തമാകുന്നു. പരിശുദ്ധ ത്രിത്വത്തിലെ എല്ലാ പ്രവർത്തനങ്ങളും നടത്തുന്നത് പരിശുദ്ധാത്മാവാകയാൽ പരിശുദ്ധാത്മാവാണ് പരിശുദ്ധ ത്രിത്വത്തിലെ സൃഷ്ടാവിൻ്റെ സ്ഥാനത്തുള്ളത്. അതിനാൽ തന്നെ പരിശുദ്ധാത്മാവുമായി നമുക്കുള്ള ബന്ധം സൃഷ്ടാവും സൃഷ്ടിയും തമ്മിലുള്ള ബന്ധമാണ്. ഇപ്രകാരം പരിശുദ്ധ ത്രിത്വത്തിൽ പിതാവും മക്കളും തമ്മിലുള്ള ബന്ധവും, പുത്രനായ യേശുക്രിസ്തുവുമായി രാജാവും പടയാളികളും തമ്മിലുള്ള ബന്ധവും, പരിശുദ്ധാത്മാവുമായി സൃഷ്ടാവും സൃഷ്ടിയും തമ്മിലുള്ള ബന്ധവുമാണ് നമുക്കുള്ളതെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. നമ്മിൽ ആത്മാവും മനസ്സും ശരീരവും ഒന്നായിരിക്കുമ്പോഴും സാത്താൻ നമ്മെ പ്രലോഭിപ്പിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആയുധങ്ങൾ ഉപയോഗിച്ച് നാം അവനെതിരെ പടപൊരുതുകയാണെങ്കിൽ നാം ആത്മാവിൽ വ്യാപരിക്കുകയും അപ്പോൾ നമ്മിലെ ആത്മാവും മനസ്സും ശരീരവും സ്നേഹത്തിൽ ഒന്നാവുകയും ചെയ്യുന്നു. പരിശുദ്ധ ത്രിത്വത്തിലും പിതാവും പുത്രനും പരിശുദ്ധാത്മാവും സ്നേഹത്തിൽ ഒന്നായിരിക്കുന്നതിന് സദൃശ്യമായ പ്രവൃത്തി തന്നെയാണിത്. ഇപ്രകാരം സാത്താൻ്റെ പ്രലോഭനങ്ങളെ ദൈവത്തിൻ്റെ ആയുധങ്ങൾ ഉപയോഗിച്ച് നമുക്ക് ചേർത്ത് നിൽക്കുവാൻ പരിശ്രമിക്കാം. അപ്പോൾ ആത്മാവിലുള്ള ജീവിതം, സ്നേഹപൂർണമായ ഒരു ജീവിതം നമുക്ക് കെട്ടിപ്പടുക്കുവാൻ സാധിക്കും. ഇപ്രകാരം ആത്മാവിൽ ജീവിച്ചുകൊണ്ട്
പരിശുദ്ധ ത്രിത്വത്തിൻ്റെ മാതൃകയിൽ നമുക്കും ജീവിതത്തെ മുന്നോട്ട് നയിക്കുവാൻ പരിശ്രമിക്കാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.